നല്ല തന്ത്രമാണ്, എന്നെ ഒന്ന് പുറത്താക്കി തരൂ എന്ന് പാർട്ടിയെ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അവനവനത്തിൽ ഊന്നിയുള്ള ഐഡിയോളജിയാണ്. അദ്ദേഹം ഒരു നല്ല ഡിപ്ലോമാറ്റാണ്. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. 2009 അദ്ദേഹം നമുക്കറിയുന്ന പോലെ UN സെക്രട്ടറി ജനറൽ ആകാനുള്ള മത്സരം, കോഫി അന്നനുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം മൻമോഹൻ സിംഗുമായി ചർച്ച നടത്തുന്നു, സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുന്നു, കോൺഗ്രസിലേക്ക് വരുന്നു. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അദ്ദേഹം വിജയിക്കുന്നു. അദ്ദേഹത്തിന് നല്ല പ്രാസംഗികനാണ്, നല്ല എഴുത്തുകാരനാണ്, അങ്ങനെ ബുദ്ധിശക്തിയുള്ള ഒരു നേതാവ്, ആ നിലയ്ക്ക് നല്ലൊരു ഡിപ്ലോമാറ്റാണ്. ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് ആ സമയത്ത് രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാതിരുന്ന ശശി തരൂരിനെ വിദേശകാര്യ സഹമന്ത്രിയാക്കുന്നു. അന്ന് SM കൃഷ്ണയാണ് വിദേശകാര്യമന്ത്രി. അദ്ദേഹത്തെ സഹമന്ത്രിയാക്കുന്നു. അപ്പോൾ പോലും അദ്ദേഹത്തിന് നേരിയ നിരാശയുണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാനായിട്ടുള്ളത്. അദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രിയാവുക എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പിന്നീട് UPA ഉണ്ടായിട്ടില്ല അധികാരത്തിൽ. പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചൊരു മന്ത്രിയാവുക എന്ന് തന്നെയായിരുന്നു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഈ നീണ്ട വർഷം സാധിച്ചിട്ടില്ല. ആ കാലത്ത് മുഴുവൻ BJP 3-ാം തവണയും ജയിക്കുകയായിരുന്നു.